ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത ഒരു സാരിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരിയിൽ സിൽവർ ഗോൾഡൻ ഫാബ്രിക് ടിഷ്യൂ ഫാബ്രിക് ആയിട്ടുള്ള ഒരു തുണിയാണിത്. ഇത് നമ്മൾ ആദ്യം ഇതേപോലുള്ള മോഡൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണിത്. ഇത് ജസ്റ്റ് ഒരു വട്ടം പോലെ എന്തെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഒരു ബോട്ടിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ച് നമ്മളൊരു ഹാഫ് സർക്കിളായിട്ട് ഒരെണ്ണം ഒരു റൗണ്ട് വരച്ചിട്ട് അതിനെ 3-4 ഭാഗമായിട്ട് സ്കെയിൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എടുത്ത് തയ്ക്കാൻ എളുപ്പമാകും. ഫിഷ് ബോൺസ് കൈ കൊണ്ട് വരച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം ഈ പൂക്കളൊക്കെ ഉള്ളത് വലിയ ആകൃതിയിലൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ ഇത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാണിക്കുന്ന ഫുള്ള് ഇച്ചിരി വലുതാണ്. അത് ഷോൾഡറിൻ്റെ താഴ് 15-ൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്നതാണ്. നമ്മൾ പ്ലീറ്റുകൾ തയ്ക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ തുഞ്ചത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നമ്മൾ എംബ്രോയ്ഡറി തയ്ക്കേണ്ട എത്ര മീറ്റർ നീളമെന്ന് വെച്ചാൽ 2 മീറ്റർ എങ്കിലും കുറഞ്ഞത് എംബ്രോയ്ഡറി വർക്ക് ചെയ്താലേ നമ്മൾ ഈ തുണി വെച്ച് മുന്നേ ഫ്രണ്ട് വശം എല്ലാം കവർ ചെയ്ത് വരികയുള്ളൂ. അപ്പം ഇടയ്ക്ക് അടുപ്പിച്ച് ചെയ്യുന്നപ്പോൾ നല്ലതാണ്. ഞാൻ ഒത്തിരി അടുപ്പിച്ചിട്ടില്ല. ഇച്ചിരി വലിപ്പമുള്ള പൂക്കളായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഭാഗമാണിത് 2 മീറ്ററോളം നമ്മൾ എംബ്രോയ്ഡറി തയ്ക്കണം. അതേ സെയിം സൈഡിൽ തന്നെ നമ്മൾ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, സെയിം സൈഡിൽ തന്നെ ഉടുക്കുന്ന ഭാഗത്തിൻ്റെ അവിടുന്ന് 1 മീറ്ററോളം അകത്തോട്ട് ഇവിടുന്ന് 1 മീറ്ററോളം ഇങ്ങനെ അകത്ത് വന്നിട്ട് അകത്തി വേണം. അപ്പം നമ്മൾ ഇവിടുന്ന് മേലോട്ടാണ് നമ്മൾ ഫ്ലവർ മറ്റേ നമ്മൾ ചരിഞ്ഞിങ്ങനെയല്ലേ കിടക്കുന്നത്. ഇത് ഇവിടുന്ന് മേലോട്ടാണ് എംബ്രോയ്ഡറി വർക്ക്. നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ അയക്കുന്നത്. അത് ഈ പ്ലീറ്റുകൾ അവിടെ നിന്ന് 1 മീറ്റർ കഴിഞ്ഞ് 1 മീറ്റർ കഴിയുമ്പോഴത്തേനും തുടങ്ങണം. 1 മീറ്റർ 3 അങ്ങനെ 3 ഫ്ലവറോ 3 എംബ്രോയ്ഡറി വർക്ക്സ് മാത്രം, പൂക്കൾ മാത്രം അതിനകത്ത് കാണിച്ചാൽ മതി. എന്നിട്ട് കവറായി ബാക്കി ഭാഗം നമ്മൾ അടിയിൽ പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും 1 മീറ്റർ അതിൻ്റെ ആവശ്യം. ഇവിടുന്ന് തുടങ്ങണം. ഇവിടെ ഒരു ഫ്ലവർ ഏറ്റവും നല്ലത് നമ്മൾ പ്ലീറ്റായിട്ട് അകത്ത് പോലെ ഇങ്ങനെ നമ്മൾ ഉടുക്കുമ്പോൾ സാരി ഇങ്ങനെയാണല്ലോ പ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. പ്ലീറ്റ് അങ്ങ് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന പോർഷൻ്റെ അവിടെ കുറച്ച് 2-3 പൂക്കൾ ഇങ്ങനെ ഒക്കെ മനസ്സിലായി. ഫ്ലവേഴ്സ് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ചെയ്യാവുന്ന മേളോട്ട് ഇരിക്കുന്ന ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ ആയിട്ടുള്ള മെഷർമെൻറ്റിൽ വളരെ എളുപ്പമാണ്. അങ്ങേയറ്റത്തുനിന്ന് മെച്ചത്തിൻ്റെ അവിടെ നിന്ന് 2 മീറ്ററും നമ്മൾ ഉടുക്കുന്ന ഭാഗത്തുനിന്ന് 1 മീറ്ററും അതിന് ശേഷമാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യുന്നത്. തുഞ്ചത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ 1 മീറ്ററോ 2 മീറ്ററോളം എംബ്രോയ്ഡറി വർക്ക് ചെയ്യണം. സ്റ്റാർട്ടിങ് തുടങ്ങി. ഇനി നമ്മൾ ത്രെഡുകൾ നോക്കാമേ. ത്രെഡുകളിൽ എംബ്രോയ്ഡറി ത്രെഡാണ് ഇത്. അത് ആങ്കറിൻ്റെ ത്രെഡാണ് ആ കാണിക്കുന്നത്. ത്രെഡിൻ്റെയൊക്കെ അറ്റത്ത് ആ പേപ്പറിൽ ഒരു ആരോ കാണും മേലോട്ട്. വലിയ ആരോ അല്ല, ചെറിയൊരു ആരോ സൈഡിലിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആ സൈഡിലേക്കാണ് നൂല് വലിക്കേണ്ടത്. ഈ ഇച്ചിരി വലിപ്പത്തിൽ കിടക്കുന്ന നൂല് അകത്തുള്ള നൂലാണ്. അത് വലിച്ചാൽ നമുക്ക് നൂലുകൾ തമ്മിൽ കുരങ്ങും. ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊരു കട്ട് പോലെ കാണും. അതേ പിടിച്ച് വലിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് നൂലിങ്ങി പോരും. കണ്ടോ, ഇങ്ങനെ പോരും. പിന്നെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഡോളി എന്ന് പറയുന്നതും പിന്നെ വേറെ രംഗോളി. എല്ലാത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ആരം പോലെ കാണും. ആരം എങ്ങോട്ട് ഇട്ടിരിക്കണോ ആ സൈഡിലേക്ക് വേണം നമ്മൾ ത്രെഡ് വലിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് കുരുങ്ങി വരും. അതിൻ്റെ അതുപോലെ തന്നെ ഈ പേപ്പർ ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മൾ ഊരി കളയരുത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ള നൂലൊക്കെ കുരുങ്ങാതെ കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ചിലതാണെങ്കിൽ ആദ്യമേ അതങ്ങ് ഊരിയും കളയും. അത് ഊരി കളയരുത് ഒരിക്കലും. കഴിവുള്ളിടത്തോളം 2 ഉണ്ടെങ്കിൽ 2 അവിടെ തന്നെ വിൽക്കാൻ ശ്രമിക്കണം. എന്താ അങ്ങനെയാണ്. പിന്നെ കുറച്ച് നീഡിലുകളുടെ അളവുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു തരാനേ. ഞാൻ ഓരോ തവണയും ക്രാഫ്റ്റ് കടയിൽ പോകുമ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള നീഡിൽസ് കാണുമ്പോൾ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു റൗണ്ട് ബോക്സിനകത്ത് ഒന്നിച്ച് മേടിക്കാൻ കിട്ടും. അതപ്പോൾ ഒത്തിരി വലിപ്പമുള്ള ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കിന് വേണ്ടിയിട്ടുള്ള നീഡിൽസാണ്. പിന്നെ അധികം പൈസയൊന്നും ആകത്തൊന്നുമില്ല. കുറേ നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ ആവശ്യമനുസരണം ഇതേപോലൊരു ബോക്സാണ്. ബോക്സിനകത്ത് ഓൾമോസ്റ്റ് ഏത് സൈസ് കനത്തിലുള്ളതാണേലും കനം കുറഞ്ഞാണേലും ഒത്തിരി നമുക്കിപ്പം ഷുഗർ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണേലൊക്കെയുള്ള നീഡിലിനകത്തുണ്ട്. അപ്പം
ആ നീഡിൽ കയറി ഇറങ്ങത്തക്ക രീതിയിലുള്ള വെരി തിന്നാകും. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ശകല ഹോള് പോലെയാണ് കണ്ട. ആ ഹോളിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം തിരിച്ച് വെക്കുമ്പോൾ പിന്നെ അത് വീഴത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പിലുള്ളതായ എംബ്രോയ്ഡറി ഫ്രെയിമാണ്. ഇതിപ്പോൾ ഇളകി പോയി. ഇത് തടി കൊണ്ടുള്ളതായതുകൊണ്ട് ഞാനതുകൊണ്ട് ജസ്റ്റ് പശ തേച്ച് പേപ്പർ വെച്ച് ഒട്ടിച്ച്, അപ്പം തന്നെ ഇളകി പോകത്തില്ല. ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ ഇതിൻ്റെ ചെറുത് പല സൈസിലുള്ളതുണ്ട്. അപ്പം നമുക്ക് തയ്ക്കാനായിട്ട് ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിച്ചസ് എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, പിന്നെ ഫിഷ് ബോൺ സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, ഇത്രയും 4 ടൈപ്പുള്ള സ്റ്റിച്ചുകളാണ് നമ്മൾ ഇതിനകത്ത് തയ്ച്ചിരിക്കുന്നത്. ഞാനിനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. എനിക്ക് ഒരു ത്രെഡിനകത്ത് 6 പീസ് നൂലുകളുണ്ടാവും ഒരു എംബ്രോയ്ഡറി സെറ്റിനകത്ത്. 6 നൂലുകൾ പിരിച്ചാണ് ഒരു ത്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 6 വേണ്ടവർക്ക് 6 തന്നെ എടുക്കാം. എനിക്ക് ഇതിനകത്തുനിന്ന് 3 ലെയർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ഞാനത് ഊരിയെടുത്തിട്ട് തിരിച്ചെടുത്ത് ഒത്തിരി നീളത്തിലൊന്നും നമ്മൾ ഒരിക്കലും എംബ്രോയ്ഡറിയുടെ നൂല് കട്ട് ചെയ്തെടുക്കരുത്. ഇത് നമ്മൾക്കത് കുരുങ്ങിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആവശ്യമുള്ള എണ്ണത്തിലുള്ള നൂലെടുക്കുക, അതൊരു കെട്ടിടുക. ഏത് നീഡിലാണ് ആവശ്യമെന്ന് വെച്ചാൽ ആ നീഡിൽ ഉപയോഗിക്കുക. ഇത്രയും സാരിയാണ് ഞാൻ ഒത്തിരി തിന്നായിട്ടുള്ള നീഡിലും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ അതിന് കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തയ്ച്ച് ഉപയോഗിക്കാം. നമ്മുടെ പ്ലെയിൻ സാരികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നൂലെടുത്തതിന് ശേഷം അറ്റത്തൊരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. 1 2 കെട്ടിടുക. ഞാൻ 2 കെട്ടിടുന്നുണ്ട്. തുണി ഫ്രെയിമിലിടുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അത് ടൈറ്റായിട്ടിരിക്കണം. ഇത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് സ്റ്റാൻഡില്ല. ഞാൻ കയ്യിൽ വെച്ചാണ് തയ്ക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നൂല് അടിയിൽ നിന്ന് കുത്തിയെടുത്തതിന് ശേഷം ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് കുത്തിയെടുത്തെടുത്ത് തന്നെ ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് ഒരു സെൻറ്റിമീറ്ററോളം അകത്തി വീണ്ടും കുത്തി അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒന്നുകൂടെ കുത്തുകയാണേ. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണിത്. ഇച്ചിരി ക്ഷമയോടെ ചെയ്യണമെന്നേ ഉള്ളൂ. അകലമൊക്കെ ഏകദേശം ഒരേപോലെ വലിപ്പത്തിലെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നല്ലതായിട്ടിരിക്കുന്നത്. കണ്ടേ, ഇതേപോലെ നമ്മൾ നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ത്രെഡ് എടുക്കാമേ. എനിക്ക് കൂടുതലും ഇഷ്ടം ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്തത്. അങ്ങനെ തുടക്കത്തിൽ 3 ലെയർ
ബ്ലാങ്കറ്റ് സ്റ്റിച്ച് 3 അടുക്ക് ഓക്കെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇടത്തോട്ടാണ് ഇപ്പോൾ നൂലെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങേപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വലത്തോട്ടാണ് നൂലെടുത്ത് വരേണ്ടത്. ഇപ്പോൾ കണ്ടോണേ, നമ്മളിനി റൈറ്റ് സൈഡിലോട്ട് തയ്ക്കാൻ പോവാം. തയ്ക്കലിൻ്റെ നമ്മളെ കുത്തിയെടുത്തതിൻ്റെ അകത്ത് തന്നെ കുത്തി സ്വല്പം ഒന്ന് ചരിച്ച് മുകളിലേക്ക് വരുന്തോറും ഇതളിന് വലിപ്പം കൂടുമല്ലോ. നമ്മളത് മേലോട്ട് ആക്കുമ്പം ഇനി ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്. എങ്ങനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നൂലിടേണ്ടത്. അതിനുശേഷം അടുത്ത ലെയറിൽ നമ്മൾ താഴെ കുത്തിയതിൻ്റെ അകത്ത് തന്നെ കുത്തി പുറത്തേക്കെടുത്ത് അതിനിടയിൽ കൂടെ അടിയിൽ കൂടെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് ഇടുന്നു കണ്ടോ. എന്നിട്ട് നൂല് വലിച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തഴിക്കുമ്പം നൂലും അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് സൂചിക്കടിയിലൂടെ എടുക്കുന്നത്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സൂചി അടിയിൽ കൂടാണ് നൂല് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അത്രയേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയാനായിട്ട്. പിന്നെ അകലം എല്ലാ സ്റ്റിച്ചിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം ഈക്വലായിട്ടൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒത്തിരി വ്യത്യാസം വരാതെ കണ്ടാലൊരു ഭംഗിക്കേടൊന്നും തോന്നാത്ത രീതിയിൽ തയ്ച്ചാൽ മതി. അല്ലാതെ എംബ്രോയ്ഡറി ഇന്ന രീതിയിൽ തയ്ക്കണം, ഇന്ന ഫ്ലവറിനെ തയ്ക്കുക അങ്ങനൊന്നുമില്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ചെയ്താൽ മതി. തയ്ച്ചു കഴിഞ്ഞ് നമ്മളെ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 5 ഇതളുകളുണ്ട്. അടിയിലേക്ക് കുത്തി ഇറക്കി വലിച്ച് ഒത്തിരി ടൈറ്റായിട്ട് വലിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സാരി അതിൻ്റെ നൂലുകൾ അകന്നൊക്കെ പോകും. ശേഷം അതിനകത്തോടൊന്നുകൂടെ കെട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ അങ്ങനെ 2-3 തവണ കെട്ടിട്ടതിന് സ്വല്പം നൂല് നീട്ടി വേണം, ഒത്തിരി വേണ്ട, കുറച്ച് നീട്ടി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമ്മൾ ഈ കൊടുത്തൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. പിന്നെ ഒരെണ്ണം ലീഫായിട്ട് വന്നിരിക്കുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. പിന്നെ സ്റ്റെമ്മിന് വന്നിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ്. പൂവിൻ്റെ നടുക്ക് വന്നിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടുമാണ്. ഇത്രയും സ്റ്റിച്ച് 4 ടൈപ്പിലുള്ള സ്റ്റിച്ചുകൾ ഈ ഒരു ഡിസൈനകത്ത് വരുന്നുണ്ട്. ഇച്ചിരി അകത്തി വേണം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു പൂവ് റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് തയ്ക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. ആർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വേണ്ടത് ത്രെഡുകൾ വേണം, പിന്നെ നീഡിൽ വേണം, ഫ്രെയിം കൂടെ വേണം. ഫ്രെയിം ഇല്ലാതെയും തയ്ക്കാം, പക്ഷേ ഇത്തിരി ക്ഷമയോടെ തയ്ക്കണമെന്നേ ഉള്ളൂ. നമ്മൾ പിടിക്കുന്നിടത്ത് തുണിയൊന്നും കിട്ടുകയില്ല. ഫ്രെയിം ഉണ്ടെങ്കിൽ നല്ലതാണ്, അതുപോലെ സ്റ്റാൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി തയ്ക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. സെൻറ്ററിൽ ഒന്ന് കുത്തിയെടുത്ത്
ഫ്രഞ്ച് നോട്ട് തയ്ക്കാനായിട്ട് നമ്മൾ 6 ത്രെഡും എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ത്രെഡ് മുഴുവനായിട്ട് ബ്രൗൺ കളർ ആങ്കറിൻ്റെ ത്രെഡ് എടുക്കുന്നുണ്ട്. നമ്മളത് താഴേന്ന് കുത്തി അതുപോലെ ഇതേപോലുള്ള സാരികൾ ആവശ്യമുള്ളവർ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ 1250 രൂപയേ ഉള്ളൂ ഈ സാരിയുടെ വില. ഓക്കെ, അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളിൽ കൂടെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്യാൻ ഒത്തിരി താങ്ക് യു വെരി മച്ച്.